പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങളെ നാട്ടിലുള്ള ഒരു പഴയ മനയാണ്. കളത്തിൽ തൊടുവെന്ന് പറയും. ഒരുപാട് ആളുകൾ ഇവരുടെ കീഴിൽ ജോലി ചെയ്തിരുന്നൊരു മനയാണ്. ഇപ്പോൾ ഇവിടെ ആളുകളല്ല, അവരൊക്കെ പുറത്താണ്. ഞങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരു 25 കൊല്ലം മുമ്പൊക്കെ നമ്മൾ എന്താണ് സിനിമ ഉണ്ടായിരുന്നല്ലോ, എന്താണ് പറയാ, ടി വി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ 10 വയസ്സിലൊക്കെ വന്നിട്ട് സിനിമ കാണാൻ വേണ്ടി വന്നിരുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മളൊക്കെ അവർ ഇരുത്തി കാണിപ്പിച്ചിരുന്നു. അതിനൊന്നും അവർക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. ഇതാണ് ഇത്. ഞാനൊന്ന് അങ്ങോട്ട് തിരിച്ച് കാണിച്ചു തരാം. അത്ര അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പോയി, അവരൊക്കെ വേറെ ഭാഗത്ത് സെറ്റിലേക്കാണ്. ഇപ്പോൾ ആരുമില്ലാതെ ഇപ്പോഴത്തെ കാര്യസ്ഥന്മാർ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളൊരു 125-ാം വാർഷികം ഉണ്ട് വീട്ടിക്കാട് MLP സ്കൂളിൻ്റെ. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കവുങ്ങ് ഉണ്ടായിരുന്നു. കവുങ്ങ് വീണ് കിടക്കുന്ന കവുങ്ങ് വേണമെന്ന് പറഞ്ഞേക്ക് അവർ ഇവിടെ ഉണ്ട്, കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാർ വന്നേക്ക് അങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം, അപ്പോൾ ഈ ഒരു മന എന്ന് പറഞ്ഞാൽ അത്രയും പഴയതാണ്. എല്ലാം മരം കൊണ്ട് പണിത് എല്ലാം സെറ്റപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല രസമാണെന്ന് പറയാം, പഴയത്. പക്ഷേ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഈ എൻ്റെ ഓർമ്മയിലൊരു 25 കൊല്ലത്തെ പഴക്കലും എൻ്റെ ഓർമ്മയിൽ, എൻ്റെ വയസ്സിനനുസരിച്ചിട്ട് എനിക്ക് 38 വയസ്സായി ഉണ്ട് അതാ. ഇതിൽ കൂടെയൊക്കെ ഞങ്ങൾ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് പറഞ്ഞാൽ ഒരുപാട് കാലത്ത്. ചെറിയതല്ല, നല്ല ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നതോ കാണുന്ന ഭാഗത്തായിരുന്നു TV ഉണ്ടായിരുന്നത്. കാരണം കുറേ ആളുകൾ വരുമ്പോൾ അവർക്ക് പരിമിതിൻ്റെ ഉള്ളിൽ കയറ്റാൻ, എന്നാൽ അവർ ഫുള്ളായിട്ട് ആൾക്കാരെ കയറ്റി തന്നിട്ടില്ലേ, നല്ല മനസ്സിലുള്ളവരായിരുന്നു പറയാം. അവിടെ ഇരുന്നു TV ഉണ്ടായിരുന്നു. ഇത് കൂടെ ഇങ്ങനെ നോക്കൂ, ഈ ഒരു ഇടയിൽ കൂടെ. ഈ ഒരു ഇട പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ച് വലിപ്പമുള്ളതാണ്, കാണില്ലേ ഇത്ര ഇത്. അത് രസമായിരുന്ന ഒരു കാലഘട്ടം. ഇതൊക്കെ മരമായിട്ടില്ലേ, ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ, ഫുള്ള് മരം, ഫുള്ള് സെറ്റപ്പ്. ഒന്ന് തള്ളിയാൽ തന്നെ തുറന്നിരുന്നില്ല, അമ്മാരത്തെ ഇതായിരുന്നു പറഞ്ഞത്. ഈ കാണുന്ന പടികളെല്ലാം ഫുള്ള് മരം. നല്ലൊരു പേരാണ്. ഇപ്പോൾ ഇവിടെ ആളുകൾ ഇല്ല, ആരുമില്ല. പഴയ ഇതിൻ്റെ നിർമ്മിതി ഇതാ. ഒരു നടുത്തളൊക്കെ കണ്ടില്ലേ ഉള്ളിൽ. അതിപ്പോൾ വെറുതെ ഒന്ന് എടുത്താണ് ഇവിടെ വന്നേക്ക് കണ്ടേക്ക്. അങ്ങോട്ട് നല്ല സൗഹൃദമായിട്ട് പോയിരുന്ന ആളുകളാണ് ആരാ. തുളസിത്തറ അങ്ങനെ എല്ലാം ഉണ്ട് അതിൽ. ഫുള്ള് സെറ്റപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് അറിയാം. ഈ കാണുന്ന മൂച്ചയൊക്കെ ഉണ്ടല്ലോ, ഇതെന്നൊക്കെ എത്ര മാങ്ങ കഴിച്ചിക്കണോ അറിയോ. ഈ ഭാഗം അതുപോലെ തൊടു, പഴയ എന്താണ് തൗത്ത് കന്നുകാലികളെ കെട്ടിയിരുന്ന സ്ഥലം. ഈ കാണുന്നത് പഴയ കാറൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് അപ്പോട്ടൻ പറയും. അപ്പോട്ടൻ്റെ കാറാണ്. ഇതാണ് പോലെ ധാന്യപ്പുര. പണ്ടത്തെ കാലത്ത് ധാന്യപ്പുര എന്ന് പറഞ്ഞിട്ടിരുന്നില്ല, അത് ഇതിലായിരുന്നു ധാന്യം ശേഖരിച്ചിരുന്നത്. ഇവിടെ കാണുന്ന പാടൊക്കെ ഫുള്ള് അവരതാണ്. അതിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ കൊടുന്ന് സ്വരൂപിച്ചിരുന്നത്. ഈ കാണുന്ന താഴെ ഭാഗം എന്ന് പറയുന്ന ഈ ഭാഗങ്ങൾ, ഇവയൊക്കെ പാടങ്ങളായി കാണുന്നത്. അതിലടിപൊളി സ്ഥലങ്ങളാണെന്നർത്ഥം. കാണാൻ മാത്രമുണ്ട്. ഇവിടെ വന്ന വേറൊരു ഫീലാണെന്നർത്ഥം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാതെ പോയ ഓരോ മനകളാണ് അറിയാം. അത്രയും പ്രൗഢിയോടെ എപ്പോഴും ഇത് നിലനിന്ന് പോരുന്നുണ്ട് അറിയാം. ആ പഴയ പ്രൗഢി അവരൊരു മാറ്റം വരുത്താതെ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് കണ്ടില്ലേ, ആ പഴയകാല പ്രൗഢി. ഒരു ബാക്കിക്ക് വരുന്ന ഒരു ഡോറാണുള്ളത്.
ഈ ഡോറൊക്കെ കണ്ടില്ല. അപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ടാട്ടില്ല ഇതിങ്ങനെ. അത്രയും അടിപൊളിയാണെന്നർത്ഥം ഇവിടെ. ഇതിന്ന് വന്നേക്ക് എടുത്തത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മന ഉണ്ടെന്ന് അധികം പേർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെടുത്താണ്. വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്.